തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി തന്നെ എടുത്തു പറഞ്ഞ് കൂടുതൽ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന വിഷയം മറ്റൊന്നുമല്ല, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ED രണ്ടാം ഘട്ട അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. കൂടുതൽ CPIM നേതാക്കളെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അസൗകര്യങ്ങൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസ് നാളെ ചോദ്യം ചെയ്യലിന് പോകില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ്. MK കണ്ണൻ, AC മൊയ്തീൻ എന്നീ നേതാക്കൾ കൂടി ഉടൻ EDയുടെ നോട്ടീസ് എത്തുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ED നീക്കത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാനാണ് CPIMന്റെ തീരുമാനം. ഞങ്ങൾക്ക് ഒരു രഹസ്യ അക്കൗണ്ടില്ല, എല്ലാം പരസ്യമാണ്. ഇത് ഇന്ത്യയിൽ നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയിൽ അത് ഇന്നലെ ഗോവിന്ദമാഷ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് ഒരു രഹസ്യമില്ല ഈ അക്കൗണ്ടിന്റെ കാര്യം. അറസ്റ്റ് വന്നാൽ അതിന് പൈസ ചെയ്യും, അറസ്റ്റ് ഇല്ലെങ്കിൽ അറസ്റ്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ കൂടെ പോകും. ഇത് ജനാധിപത്യത്തിന്റെ ഒരു ഏകാധിപത്യത്തിലേക്കും ഫാസിസത്തിലേക്കും സ്വേച്ഛാധിപത്യം എന്നൊക്കെ പറയുന്നത് ഇതായിരിക്കാം പോക്ക്. ഇലക്ഷൻ എടുത്തപ്പോൾ ഒരു ചാൻസ് എടുത്തു എന്ന് മാത്രം. ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്നാണ്. ഇതൊന്നും ആളെ തെറ്റിപ്പിക്കാൻ തുറന്ന പുസ്തകമല്ലേ. സഹകരിച്ചിട്ടുണ്ട്, സഹകരിക്കാതിരിക്കുന്ന പ്രശ്നമൊന്നുമില്ല. അത് മുന്നേ നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. പാർട്ടി ഇൻറ്റിമേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല, രേഖാമൂലമുള്ളത് കിട്ടിയിട്ടില്ല. രാഷ്ട്രീയ അജണ്ട ഉണ്ടല്ലോ, അതിപ്പോൾ അതല്ലേ രാഷ്ട്രീയമായിട്ട് വളരെ ബോധപൂർവമായിട്ടുള്ള നീക്കം തന്നെയാണല്ലോ. അത് വ്യക്തമാണല്ലോ, കാര്യങ്ങൾ വ്യക്തമാണല്ലോ. ഇപ്പോൾ ഈ സ്പീഡ് വെച്ചതാണോ? ED എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം ഈ സ്പീഡിലേക്ക് എത്തിയത്? കാരണം നേരത്തെ തന്നെ കേസിൽ EDയുടെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന പരാതി നമ്മൾ കേട്ടതാണ്. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതിയെ നിർദ്ദേശിച്ചതാണ്. കേസിൽ സഹകരണ രജിസ്ട്രാർമാർക്കും പങ്കുണ്ടെന്നാണ് EDയുടെ വാദം. ED അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ വേണമെന്നാണ് K മുരളീധരൻ ആവശ്യപ്പെടുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എൻക്വയറി വേണം. EDയും KDയുടെയും നടപടികൾ ഇവിടെ ആവശ്യമില്ല. കാരണം അവരെ കൊണ്ട് യാതൊരു ഉപകാരമില്ല. പേടിപ്പിച്ച് മോഡിക്ക് വോട്ടുണ്ടാക്കി കൊടുക്കാനാണ് ഈ നോട്ടീസ്. അതുകൊണ്ട് ഇതിന് ഞങ്ങൾ വില കൽപ്പിക്കുന്നില്ല. കരുവന്നൂർ തട്ടിപ്പിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് തൃശൂർ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പ്രതികരണം. BJPക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവർ പരസ്പരം ഡീലിൽ ഏർപ്പെട്ടവരാണെന്നും സുരേഷ് ഗോപി ആരോപിക്കുകയാണ്. ഇവിടെ ഒരു കരുവന്നൂർ സമരവും പദയാത്രയും നടത്തിയത് ഒരു കൊടിയും പിടിച്ച് ഞാൻ നടന്നതേ ഉള്ളൂ. പക്ഷേ എനിക്ക് ചുറ്റിലും, എനിക്ക് മുന്നിലും പിന്നിലും ഒക്കെ നടന്നത് ഇവിടുത്തെ നാട്ടുകാരാണ്. അത് തൃശ്ശൂർക്കാരുടെ സമരമാണ്. അപ്പോൾ ഒരു സമരത്തിൽ അത് അവസാനിക്കില്ല. അതിന് നിയമപരമായ നടപടികളെല്ലാം ഒരു വശത്തു കൂടി വരുന്നുണ്ട്. അതിനെ വിമർശിച്ചുമൊക്കെ ഈ ഡീലാക്കി വെച്ചിരിക്കുന്ന സംഘാംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റിലാക്കിയിട്ട് ഞങ്ങൾക്ക് നേരെ ആരോപണങ്ങൾ ഉന്നയിക്കും. അതും നിങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി മാത്രം. ED അതിൻ്റെ വഴിക്ക് പോകും. അതിനകത്തൊന്നും ഞങ്ങൾക്ക് ഇടപെടാനൊക്കെ പറ്റില്ല. അവരത് കൃത്യമായിട്ട് ചെയ്യേണ്ട സമയത്ത് അവരുടെ ജോലി ചെയ്തോളൂ. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം. അത് നിങ്ങളായാലും ഞാനായാലും കാത്തിരിക്കും. അങ്ങനെ ഒരുത്തനും വേർക്കാത്ത പണവും അതിന് പെർഫ്യൂം അടിച്ചു കൊണ്ടുപോയി സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അധ്വാനിച്ചുണ്ടാകും. അധ്വാനിച്ച് പണമുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞാണ് സുരേഷ് ഗോപി തന്റെ വാചകങ്ങൾ അവസാനിപ്പിക്കുന്നത്. 18 കിലോമീറ്ററാണ് കരുവന്നൂർ വിഷയത്തിൽ സുരേഷ് ഗോപിയും സംഘവും പദയാത്ര നടത്തിയതും. നമുക്കൊപ്പം വിശകലനവുമായി പ്രതിനിധികൾ ചേരുകയാണ്. ജെയ്സൺ ചാമവളപ്പിൽ, R റോഷിപാൽ, ഒപ്പം VS രഞ്ജിത്ത് എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത് ഈ വാർത്താമണിക്കൂറിൽ. വെരി ഗുഡ് ഈവനിങ് ഗൈസ്. ആദ്യം നമുക്ക് ജെയ്സണിൽ നിന്ന് തുടങ്ങാം. കാരണം ജെയ്സന്റെ തട്ടകത്തിലാണല്ലോ കരുവന്നൂർ നിൽക്കുന്നത്. ജെയ്സൺ, CPIMന്റെ പ്രതിരോധം നേതാക്കളുടെ വാക്കുകളിലൊക്കെ ഒരു ശോകമുഖമായ അവസ്ഥ കാണുന്നുണ്ട്. രണ്ടുപേർക്ക് കൂടി നോട്ടീസ് ഉടൻ പുറപ്പെടുന്നുവെന്നാണ് EDയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. പ്രതിരോധം എങ്ങനെ? നേരത്തെ അത്ര പവർ ഉണ്ടോ അതോ പവർ അല്പം കുറഞ്ഞോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോഴാണ് EDയും കരുവന്നൂരും എല്ലാം തൃശ്ശൂരിൽ വീണ്ടും സജീവമാകുന്നത്. ഇതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ CPMനുള്ള ഏക വഴി. കാരണം തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും മുതിർന്ന, ഏറ്റവും പ്രധാനപ്പെട്ട 3 നേതാക്കൾക്കാണ്. ഒരാൾക്ക് ഇതിനൊക്കെ തന്നെ നോട്ടീസ് നൽകി കഴിഞ്ഞു. മറ്റു 2 പേർ കൂടി നോട്ടീസിനായി കാത്തിരിക്കുന്നു എന്ന അവസ്ഥയുണ്ട്. ഇത്തരത്തിൽ EDയുടെ നോട്ടീസ് ഇവർക്ക് 3 പേർക്കും പലതവണ കിട്ടിയതാണ്. പലതവണ ഇവർ ചോദ്യം ചെയ്യലിന് ഹാജരായതാണ്. പക്ഷേ അതെല്ലാം കടന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം, ഹൈക്കോടതിയുടെ കൂടി ഇടപെടലിന് ശേഷമാണിപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത് സജീവമായി കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ഥിതിയുണ്ട്. അത് ഹൈക്കോടതിയിൽ നിന്നുള്ള പരാമർശമാണ്. ഈ കേസും ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല, ഇത് എത്രയും പെട്ടെന്ന് തീർക്കണം എന്ന പരാമർശമാണ് ഇത്തരത്തിൽ കേസിന് വേഗം കൂടാൻ കാരണം. അതേസമയം ഇടതുപക്ഷവും CPM ആരോപിക്കുന്നത്
ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇ ഡി ഇപ്പോൾ നടത്തുന്നത്. പ്രത്യേകിച്ച് BJPക്ക് നോട്ടമുള്ള തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുന്നതിന് വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ച് CPM നേതാക്കളെ കുരുക്കാൻ ശ്രമിക്കുന്നു. അത്തരത്തിൽ ഒരു അറസ്റ്റോ മറ്റോ ഉണ്ടായാൽ പോലും ഞങ്ങൾ ഭയപ്പെടില്ല എന്ന സന്ദേശമാണ് ഇന്ന് CPMന്റെ ഏറ്റവും മുതിർന്ന 2 നേതാക്കളായ MM വർഗീസും അതുപോലെ തന്നെ MK കണ്ണനും നൽകുന്നത്. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും നിയമപരമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മറുപടി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം CPMനുണ്ട്. ഇന്ന് CPMന്റെ ജില്ലാ സെക്രട്ടറി തന്നെ നടത്തിയ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഏരിയ കമ്മിറ്റി മുതൽ മുകളിലോട്ടുള്ളവരുടെ സഹകരണ ബാങ്കുമായി ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും താഴെയുള്ള കമ്മിറ്റികളിൽ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അതിലെന്താണ് തെറ്റെന്നാണ് ഇപ്പോൾ CPMന്റെ ജില്ലാ സെക്രട്ടറിയായ MM വർഗീസ് ചോദിക്കുന്നത്. അതേസമയം MK കണ്ണൻ, കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ MK കണ്ണൻ പറയുന്നത് തങ്ങൾക്കൊരു രഹസ്യ അക്കൗണ്ടും ഇല്ല, മുഴുവൻ കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. അവിടെയാണല്ലോ ഒരു പ്രധാനപ്പെട്ട കാര്യം. CPM ജെയ്സൺ, അങ്ങനെ അങ്ങ് പറഞ്ഞൊഴിയാൻ കഴിയുമോ? കാരണം ഇപ്പോൾ ഈ സഹകരണ രജിസ്ട്രാർമാർക്ക് പങ്കുണ്ട്, 10 വർഷത്തെ ഓഡിറ്റ് വിവരം രജിസ്ട്രാർമാർ മറച്ചു വെച്ചു എന്നൊക്കെ പറയുന്നത് അതൊരു രാഷ്ട്രീയ ആരോപണമാണോ? അത് വസ്തുതാപരമായി പരിശോധിക്കപ്പെടേണ്ട ഒന്നായി നിൽക്കുകയല്ലേ? രാഷ്ട്രീയം മാറ്റിവെച്ചു കഴിഞ്ഞാലും വസ്തുതാ പരിശോധനയിൽ ഈ കാര്യങ്ങളും പ്രധാനമല്ലേ ജെയ്സൺ? അതുതന്നെയാണ് ഇതിൽ ഏറ്റവും CPMനെ അല്പമെങ്കിലും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. സഹകരണ ബാങ്കുകളിൽ വ്യാപകമായി അക്കൗണ്ടുകൾ തുറന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ED കണ്ടെത്തിയിരിക്കുന്നത്. ഇതെല്ലാം അക്കൗണ്ടബിൾ അല്ല എന്നതാണ്. അതായത് ഇതെല്ലാം രഹസ്യ അക്കൗണ്ടുകൾ ആണ് എന്ന് പ്രൂഫ് സഹിതം അവർ കോടതിയിലും മറ്റും സമർപ്പിച്ചിരിക്കുന്ന രേഖകളിലുണ്ട്. മാത്രവുമല്ല, പല ഇടപാടുകളെ സംബന്ധിച്ചുള്ള വ്യക്തമായ രേഖകളും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം നിയമപരമായും രേഖകളുടെ സഹിതവും മറികടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ CPM നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതേസമയം ഇന്ന് MM വർഗീസ് പറഞ്ഞത് നാളെ ഹാജരാകാൻ സാധ്യതയില്ല. കാരണം നാളെ VS സുനിൽകുമാറും K രാധാകൃഷ്ണൻ ആലത്തൂരും നോമിനേഷൻ നൽകുകയാണ്. അത്തരത്തിലൊരു അസൗകര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഹാജരാകാൻ നാളെ കഴിയില്ല എന്നതാണ് MM വർഗീസ് പറഞ്ഞു വയ്ക്കുന്നത്. ഏതായാലും ഇനി വരാൻ പോകുന്ന EDയുടെ ചോദ്യം ചെയ്യലിൽ CPM വലിയ രീതിയിൽ പ്രതിരോധത്തിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ എല്ലാ സൂചകങ്ങളും നൽകുന്നതാണ് ഇന്ന് 2 പ്രധാനപ്പെട്ട നേതാക്കളുടെയും പ്രതികരണങ്ങൾ. AC മൊയ്തീനുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ജില്ലാ സെക്രട്ടറി പറഞ്ഞതിനപ്പുറത്തേക്ക് തനിക്കൊന്നും പറയാനില്ല എന്നതാണ്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാമായി CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എല്ലാ നേതാക്കളും എത്തുന്നുണ്ട്. വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഓഫീസിൽ വന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെച്ചും അത്തരത്തിലൊരു വിഷയം ചർച്ച ചെയ്യാനല്ല മുഖ്യമന്ത്രി വന്നതെന്ന് ജില്ലാ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നു. ഏതായാലും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാന ലാപ്പിൽ കടക്കുമ്പോൾ CPM കരുവന്നൂർ വിഷയത്തിൽ ഒരു പ്രതിരോധത്തിൽ തന്നെയാണ് ഇപ്പോഴും. ഓക്കെ ജെയ്സൺ, നമുക്ക് റോഷിപാലിലേക്ക് ഒന്ന് പോകണം. റോഷിപാൽ UDF ക്യാമ്പിലെ നേതാക്കളുമായൊക്കെ സംസാരിച്ചിട്ട് നിൽക്കുകയാണ്. ഗുഡ് ഈവനിങ് റോഷിപാൽ. ഇത്രയും ദിവസം ED എവിടെയായിരുന്നു? ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും എത്തിയത് ഒരു ഡീലിന്റെ ഭാഗമാണോ എന്നൊക്കെയുള്ള ആരോപണങ്ങൾ K മുരളീധരനിലൂടെ കോൺഗ്രസ് തൊടുത്തുവിടുന്നുണ്ട്. പ്രതിപക്ഷം അത് ഏറ്റെടുക്കുന്നുണ്ട്. CPIM BJP ഡീൽ അതുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നേതാക്കളെയൊക്കെ വിളിച്ചു വരുത്താനുള്ള നോട്ടീസ് ഏത് ഡീലാണ്? അങ്ങനെ ഒരു ഡീൽ ഉണ്ടാകുമോ എന്നൊരു സംശയം മറുഭാഗത്തുമുണ്ട്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് പ്രതിപക്ഷ ക്യാമ്പിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ? റോഷിപാൽ. സുജയ, നേരത്തെ ഉള്ളതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുവന്നൂർ വിഷയത്തിൽ നടത്തുന്ന അന്വേഷണത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനോ അല്ലെങ്കിൽ UDF നേതൃത്വത്തിനോ ഒരു വിശ്വാസവുമില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ഇത്തരം ഒരു അന്വേഷണം നടത്തുന്നത്. ഈ അന്വേഷണത്തിലൂടെ ഒരു തരത്തിലും കുറ്റവാളികൾ പിടിക്കപ്പെടില്ല. ഈ നടന്ന ക്രമക്കേടുകൾ, കള്ളപ്പണം വെളുപ്പിക്കലൊന്നും പിടിക്കപ്പെടില്ല എന്ന് തന്നെയാണ് കോൺഗ്രസും UDFും കരുതുന്നത്. ഏതായാലും ഇപ്പോൾ തിരക്കിട്ട് ED ഈ അന്വേഷണം നടത്തുന്നത്, ചോദ്യം ചെയ്യുന്നത് ഒരുപക്ഷെ അറസ്റ്റ് ലക്ഷ്യമിട്ടാകാം. അങ്ങനെ അറസ്റ്റ് നടക്കുകയാണെങ്കിൽ പോലും അത് നാടകമാണെന്ന ആരോപണമാണ് മുൻകൂട്ടി തന്നെ UDF ക്യാമ്പ് എറിയുന്നത്. അറസ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപക്ഷെ CPM നേതാക്കളൊക്കെ. അങ്ങനെ അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ നേട്ടമുണ്ടാവുക LDFന് തന്നെയാകും. BJP രാഷ്ട്രീയ വിരോധം തീർക്കുന്നു അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ EDയെ ആയുധമാക്കുന്നു എന്ന് ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യം തന്നെ ആരോപണമുയർത്തുന്ന വേളയിൽ സംസ്ഥാനത്ത് CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഒരുപക്ഷെ LDFന് നേട്ടമാകും. LDF അത് പ്രചാരണായുധമാക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത് നാടകമാണ്, ഇത് BJPയും CPMും തമ്മിൽ ധാരണ ഉണ്ടാക്കി ഇത്തരത്തിലൊരു നാടകം നടത്തുന്നതാണെന്ന ആക്ഷേപം തന്നെ കോൺഗ്രസ് ഉയർത്താൻ കാരണം. മാത്രവുമല്ല, EDയെ കാണിച്ച് ഭയപ്പെടുത്തി തൃശ്ശൂരിൽ
CPM വോട്ടുകൾ അത് BJPയിലേക്ക് എത്തിക്കാനുള്ള നീക്കം നടത്തുന്നു എന്നടക്കമുള്ള അങ്ങനെ ഒരു സൂചന ഉള്ള ആരോപണങ്ങളും കെ മുരളീധരന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ഏതായാലും ഈ അന്വേഷണത്തെ കോൺഗ്രസോ UDF നേതൃത്വമോ ഒന്നും വിശ്വസിക്കുന്നില്ല. അന്വേഷണം നടക്കട്ടെ, പക്ഷേ ഈ ED തനിച്ചന്വേഷണം നടത്തി കഴിഞ്ഞാൽ അത് സത്യസന്ധമായിരിക്കില്ല എന്ന് വിശ്വസിക്കുകയാണ് UDF ക്യാമ്പ്. അതുകൊണ്ടാണ് മുരളീധരൻ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടത്തണമെന്ന ആവശ്യമുയർത്തിയത്. പക്ഷേ കരുവന്നൂർ കേസിൽ കരുവന്നൂരിലെ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം അടക്കം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. എല്ലാ തരത്തിലും അന്വേഷണം നടക്കണം. കൃത്യമായി അവിടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട്. പക്ഷേ EDയുടെ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷം UDF നേതൃത്വം ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഓക്കെ റോഷിപാൽ, നമുക്കൊന്ന് BJP ക്യാമ്പിലേക്കും പോകണം. എന്താണ് തൃശ്ശൂരിങ് എടുക്കാനുള്ള ഒരു നീക്കം എന്ന നിലയിലാണോ EDയെ വീണ്ടും കളത്തിലിറക്കുന്നത്? ഈ രണ്ടാം വരവ് അത് എന്തിനു വേണ്ടിയാണെന്ന് അറിയണം. വി എസ് രഞ്ജിത്ത്, വെരി ഗുഡ് ഈവനിങ്. കഴിഞ്ഞ ദിവസം, അതായത് ജനുവരി 16-ാം തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച ഒരു കത്ത്, ED അയച്ച ഒരു കത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ കരുവന്നൂർ സഹകരണ ബാങ്കിലെ 5 രഹസ്യ അക്കൗണ്ടുകൾ CPIMന്റെ ഈ അക്കൗണ്ടൊന്നും സമർപ്പിച്ച കണക്കിലില്ല, നടപടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കത്ത് ED കൊടുത്തതായുള്ള വിവരമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഇതാ ഇപ്പോൾ 2 പേർക്ക് കൂടി നോട്ടീസ് കൊടുക്കാൻ പോകുന്നു. ഇതുവരെയൊന്നും അനങ്ങാതിരുന്ന് തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന അവസാന 4 ആഴ്ചക്കിടയിൽ ഒരു തുരുതുരാ നീക്കങ്ങൾ, അതാണോ ഇപ്പോൾ അവിടെ പദ്ധതിയിടുന്നത്? കരുവന്നൂർ ടു തൃശ്ശൂർ ആ പദയാത്ര, സുരേഷ് ഗോപിയുടെ വാചകങ്ങൾ, അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നടക്കുന്നതിനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? വി എസ് രഞ്ജിത്ത്. സുജയ, ED BJPയുടെ ഒരു പോഷക സംഘടനയാണ് എന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ നേരത്തെ തന്നെ ആരോപണം ഉന്നയിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും കരുവന്നൂർ കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം അരവിന്ദ് കെജ്രിവാളിന് ഉൾപ്പെടെ ED വേട്ടയാടുമ്പോൾ അതിൽ അരവിന്ദ് കെജ്രിവാളിനൊപ്പമാണ് CPM ഉള്ളത്. അതെല്ലാം ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് BJP പറയുകയും ചെയ്യുന്നുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം കരുവന്നൂർ അവർക്കൊരു പ്രചാരണ വിഷയമാണ് എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി ആദ്യം തൃശ്ശൂരിൽ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ED ബാങ്ക്, സഹകരണ ബാങ്കിലെ അല്ലെങ്കിൽ കരുവന്നൂർ സഹകരണ ബാങ്കിലെ കൊള്ളയെക്കുറിച്ച് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിരുന്നു. അതിനുശേഷം സുരേഷ് ഗോപി നടത്തിയ പദയാത്ര നമുക്കറിയാം. തൃശ്ശൂർ മണ്ഡലത്തിലാണ് അദ്ദേഹം കരുവന്നൂർ ബാങ്കിനെതിരെ, ആ ബാങ്കിലെ തട്ടിപ്പിനെതിരെ പദയാത്ര നടത്തിയത്. ഏറ്റവും ഒടുവിൽ ആലത്തൂരിൽ BJPയുടെ സ്ഥാനാർത്ഥി, NDAയുടെ സ്ഥാനാർത്ഥി പ്രൊഫസർ TN സരസുവിനെ പ്രഖ്യാപിച്ചപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് സരസുവിനെ ബന്ധപ്പെട്ടപ്പോൾ സരസു ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും കരുവന്നൂരിലെ തട്ടിപ്പാണ്. അപ്പോൾ പ്രധാനമന്ത്രി കൊടുത്തൊരു ഉറപ്പുണ്ട്, ED കണ്ടുകെട്ടുന്ന തുകയിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ കണ്ടെടുക്കുന്ന തുകയിൽ നിന്ന് ഒരു വിഹിതം ഈ തട്ടിപ്പിന് ഇരയായവർക്ക് കൊടുക്കുമെന്നുള്ളൊരു വലിയ വാഗ്ദാനമാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ കരുവന്നൂർ എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രചാരണ വിഷയം തന്നെയാണ്. അവിടുത്തെ ഇരകൾക്കൊപ്പം നിൽക്കുക എന്ന് പറയുമ്പോൾ CPMനെ കടന്നാക്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. CPM ഈ സഹകരണ ബാങ്ക് വഴി നടത്തിയ വലിയ കൊള്ള പുറത്തു കൊണ്ടുവരുന്നത് BJPയും കേന്ദ്ര സർക്കാരാണ് എന്നൊരു അവകാശവാദവുമുണ്ട്. നേരത്തെ നോട്ട് നിരോധനത്തിൻ്റെ സമയത്തൊക്കെ BJP വാക്കാൽ പറഞ്ഞിരുന്നു കേരളത്തിലെ പല സഹകരണ ബാങ്കുകളും ഈ കള്ളപ്പണം വെളുപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ് എന്നുള്ളത്. അതിപ്പോൾ BJPക്ക് തെളിയിക്കാൻ കിട്ടുന്നൊരു അവസരമായിട്ട് കൂടിയാണ് കരുവന്നൂരിനെ കാണുന്നത്. അപ്പോൾ കള്ളപ്പണത്തിനെതിരായ BJPയുടെ പ്രഖ്യാപിത പോരാട്ടത്തിൻ്റെ ഭാഗമായി ഈ കരുവന്നൂർ സഹകരണ ബാങ്കിലെ ED അന്വേഷണത്തേക്ക് അവർ വ്യാഖ്യാനിക്കും. കള്ളപ്പണത്തിനെതിരെ തന്നെയാണ് BJP എന്ന് അവർക്ക് തെരഞ്ഞെടുപ്പിൽ പറയാൻ സാധിക്കും. CPMനെതിരെ വലിയ തോതിൽ പ്രചാരണമാക്കാനും സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം BJP കേന്ദ്രങ്ങൾക്കുണ്ട്. ഓക്കെ, താങ്ക് യു വി എസ് രഞ്ജിത്ത്, ആർ റോഷിപാൽ, ജെയ്സൺ. നമ്മൾക്ക് കരുവന്നൂർ ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിലെ പ്രധാന വിഷയമായി മാറിക്കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അത് ഈ വരുന്ന ദിവസങ്ങളിൽ ആക്ഷനിലേക്ക്, ED ഇൻ ആക്ഷൻ, അതാണോ നമ്മൾ കാണാൻ പോകുന്നത്? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെയുള്ള ഒരു ആക്ഷൻ പ്ലാൻ അത് എങ്ങനെയായിരിക്കും? വോട്ടെടുപ്പിൽ ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് വിഷയമായി നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത്. കരുവന്നൂരിൽ 2 നേതാക്കൾക്ക് കൂടി നോട്ടീസ് നൽകാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് ED എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്.